ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്. വീഡിയോയുടെ അവസാന ഭാഗം പിണറായി വിജയൻ പുതിയൊരു കണക്കുമായി വന്നിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ എങ്ങനെയാണ് ചെലവാക്കിയത്. ആ കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത് വീഡിയോയുടെ അവസാന ഭാഗമുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ. യുവനടിയുടെ പരാതിയിൽ പ്രത്യേകിച്ചും നമ്മൾക്കറിയാം ഇത്തരത്തിൽ ലൈംഗിക അതിക്രമമെല്ലാം നേരിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ അവർ യൂട്യൂബർ ജിന്നു ചേട്ടന് കേസാണ്. സത്യം പറഞ്ഞ ഞെട്ടുകയാണ്. നമ്മുടെ ജിനോസ് ചെയ്ത കുറ്റം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്താണ് ജിനോസ് ചെയ്തത്? ഈ വാർത്തയുടെ ഫുൾ ആയിട്ടുള്ള ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ആരാണ് ജിന്നു? പൊന്നു മനുഷ്യന്മാരെ, ഒരു കാര്യം പറയാം. നമ്മുടെ ജിന്നു ചേട്ടന് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ, ഇങ്ങനെ ഞാൻ പറയാൻ കാരണം ഞാൻ ഹിന്ദി വ്ളോഗൊക്കെ കാണുന്ന ഒരാളാണ്. ഞാൻ പേഴ്സണലി മുംബൈയിലാണ് അധികം ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അപ്പോ ഹിന്ദി വ്ളോഗും ഞാൻ കാണുന്ന കൂട്ടത്തിൽ ജിനോസിനെ പോലെ ഒരു വ്ളോഗർ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇങ്ങനെ പറയാൻ കാരണം, ഒരു കാര്യം അവതരിപ്പിക്കുമ്പോ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. എന്റെ തെറ്റ് ജിനോസ് ചൂണ്ടിക്കാണിക്കുമ്പോ എനിക്ക് ഒരിത്തിരി പോലും സങ്കടം വരൂല. അത് കാണുന്ന പ്രേക്ഷകർക്ക് രണ്ട് കാര്യം മനസ്സിലാവും. ഞാൻ ചെയ്യുന്ന തെറ്റും മനസ്സിലാവും. അതിനുശേഷം സിഐഡി മൂസ സിനിമ കണ്ട ഒരു ഫീലും വരും. അത്രയും സത്യസന്ധമായിട്ട്, അത്രയും ആർക്കും ഒരിത്തിരി പോലും ദ്രോഹം ചെയ്യാതെ വീഡിയോ ചെയ്യാൻ അറിയുന്ന, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു യൂട്യൂബർ ഉണ്ടെങ്കിൽ അത് ജിനോസ് ആണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ചാനൽ. ഞാൻ കളവ് പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിയാൽ മതി. അതായത് എല്ലാ കാര്യവും ഇദ്ദേഹം അവതരിപ്പിക്കുന്ന എല്ലാ കാര്യവും ആർക്കും ഇത്തിരി പോലും സങ്കടം വരാത്ത രീതിയിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് എന്റെ പൊന്നു ജിന്നുബായി? നിങ്ങൾ ഭയങ്കര സംഭവം തന്നെയാണ്. അങ്ങനെയുള്ള ജിനോസിന് കേസ് വന്നു എന്നറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടുന്നു. അതായത് ജിനോസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇരുന്ന് കാണുന്ന ഒരാളാണ്. അതിന് രണ്ട് കാരണമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ, ഒന്ന് എന്റർടൈൻമെന്റ് കിട്ടുന്നുണ്ട്, രണ്ട് കാര്യം എന്തെന്ന് ക്ലിയർ ആയി മനസ്സിലാവുന്നുണ്ട്. ഈ ജിനോസിന് കേസ് എന്ന് പറയുമ്പോൾ ഞെട്ടുകയാണ്. എന്താണ് കേസ്? നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ. സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ യൂട്യൂബർക്കെതിരെ കേസെടുത്തു. യുവനടിയുടെ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. ജീനൂസ് 2.0 എന്ന പേരിലുള്ള ഒരു സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്നാണ് പരാതി. എന്റെ പൊന്നു ജിന്നുബായി, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ തെറ്റാണ്. അതിജീവിതയുടെ, ഞാൻ ജിന്നുബായിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. ജിന്നുബായി എവിടെയും അതിജീവിതയുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തോ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ക്ലൂ കൊടുക്കാൻ പാടില്ല ജിന്നുബായി. കാരണം ഇത് ഇപ്പോഴത്തെ കേരളം അറിയൽ ഒരു ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് പോലത്തെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ആരാണ് അതിജീവിത എന്ന് എത്തിപ്പെടാൻ ഈസിയാണ്. അത്രയും ടെക്നോളജി വളർന്നു. അതുകൊണ്ട് ജിന്നുബായി ചെയ്തത് അതൊരു ചെറിയ തെറ്റാണ്. പക്ഷെ ജിന്നുബായി ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ അതിജീവിതയുടെ പേര് പറയുന്നില്ല, എന്നെ പൊക്കിക്കൊണ്ടു പോകുന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ട് വായിൽ നിന്ന് ഒരു ചെറിയൊരു ക്ലൂ വീഴുകയാണ്. ആ ഒരു ക്ലൂവിന്റെ അടിസ്ഥാനത്തിലാണ് അതിജീവിത കേസ് കൊടുത്തത്. അതിജീവിതയോടും ഞങ്ങളും എല്ലാവരും സോറി ചോദിക്കുന്നു. അത് വലിയൊരു തെറ്റ് തന്നെയാണ് ഈ പറയുന്ന ജിനോസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ടു നോക്കാം. സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായിട്ടുള്ള കേസിലെ അതിജീവിതയ്ക്കെതിരെയാണ്, അല്ലെങ്കിൽ അതിജീവിതയുടെ വിവരങ്ങളാണ് ഈ പറയുന്ന യൂട്യൂബർ പുറത്തുവിട്ടത്. ഇയാൾക്കെതിരെ പോലീസിൽ അതിജീവിത കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജിനൂസ് 2.0 എന്ന യൂട്യൂബർക്കെതിരെയാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിടുക, ഒപ്പം തന്നെ അവരെ സമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള തുടങ്ങിയ വകുപ്പുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഞാൻ അതിജീവിതക്കൊപ്പം മാത്രമാണ് പീഡനത്തിനിരയായ, എന്തിനിരയായ ഒരു പെണ്ണിന്റെ ഫോട്ടോ പോയിട്ട് ഒന്നും നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. കാരണം അവർ അനുഭവിച്ചവരാണ്. അവർക്കേ അറിയും ആ ത്യാഗം അനുഭവിച്ചത്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ പാവം കേസ് കൊടുക്കുന്നു. ആ സമയത്ത് നമ്മൾ അവരുടെ ഫേസ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറാണ് ഇല്ലാതാവുന്നത്. അതാരും ചെയ്യരുത്. ജിന്നുബായി എന്നല്ല, എത്ര വലിയ യൂട്യൂബർ ആരും അങ്ങനെയുള്ള കാര്യം ചെയ്യരുത്. അതിന് സപ്പോർട്ടല്ല. പക്ഷേ ജിന്നുബായി ക്ലൂ കൊടുത്തതാണ്. വീണ്ടും പറയുന്നു, ജിന്നുബായി ആ ഒരു അതിജീവിതയുടെ പേര് പറഞ്ഞിട്ടില്ല, ക്ലൂ ആണ്, അതും കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് വാർത്തയുടെ ബാക്കിയും കൂടി, ജാമ്യമില്ലാ വകുപ്പിലാണ് ജാമ്യം കിട്ടിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. മാത്രമല്ല, അതിജീവിതയും ഇക്കാര്യം തന്നെയാണ് തന്റെ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിന് മുൻപിൽ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യൂട്യൂബർ തന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. പ്രത്യേകിച്ചും നമ്മൾക്കറിയാം ഇത്തരത്തിൽ ലൈംഗിക അതിക്രമമെല്ലാം നേരിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ അവരുടെ ഐഡന്റിറ്റി പുറത്ത് പറയരുത് എന്നുള്ളതാണ്. അവർ ആവശ്യപ്പെട്ടാൽ പോലും അത് പുറത്ത് പറയരുത് എന്നുള്ളതാണ്. എന്നാൽ ഈ ജിനൂസ് 2.0 എന്ന് പറയുന്ന യൂട്യൂബർ ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. മീഡിയാസിനൊന്ന് കിട്ടിയാലേ, എന്റെ പൊന്നു അതിജീവിത, ഒരു കാര്യം പറയാം, മീഡിയാസ് പറയുന്നത് പോലെ അങ്ങനെയൊന്നും നമ്മുടെ
ഈ പറയുന്ന ജിനോസ് 2.0 ഈ ചങ്ങായി അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ടതാണ്. ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. ആ ക്ലൂ എന്തൊന്നും ഞാൻ പറയുന്നില്ല. ആ ക്ലൂ കൊടുക്കാൻ പാടില്ല. അത് വളരെ വളരെ തെറ്റാണ്. ഇത് കേരളമാണ്, യുപിയോ ഗുജറാത്തോ അല്ല. യുപിക്കാർക്കും ഗുജറാത്തുകാരോടും നമ്മൾ എന്ത് ക്ലൂ ഇട്ടാലും അത് അവറ്റകൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. കേരളക്കാർ മലയാളികൾക്ക് ഒരു പവർ ഉണ്ട്. ഒരു ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് കിട്ടിയാൽ മതി, മലയാളികൾ അത് കണ്ടുപിടിക്കും. അതാണ് മലയാളി പവർ. അതുകൊണ്ട് ജിന്നുബായ് അതൊരു അതിജീവിതയാണ്. എൻ്റെ പൊന്നു ജിന്നുബായ്, അത് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. എൻ്റെ പൊന്നു ജിന്നുബായുടെ ഒരു കാര്യം പറയുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ദുരിതാശ്വാസ ചെലവ് പുറത്തുവിട്ട സർക്കാർ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായി. 359 മൃതദേഹം സംസ്കരിക്കാൻ 2,76 ലക്ഷം രൂപ ചെലവായെന്നുമാണ് വിചിത്രമായ ഈ കണക്കിൽ പറയുന്നത്. വോളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിനായി ചെലവിട്ടത് 10 കോടി രൂപ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. VS രഞ്ജിത്ത് നമുക്കൊപ്പം എത്തുന്നു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു സത്യവാങ്മൂലത്തിലാണ് ഒരു കണക്ക് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ വിചിത്രമായി തോന്നുന്നത്, ഒരു മൃതദേഹം സംസ്കരിക്കാൻ ഏകദേശം 75,000 പരം രൂപയാണ് കണക്കാക്കുന്നത്. അത് എങ്ങനെയാണ് 75,000 രൂപ വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ വോളണ്ടിയർമാരുടെ യാത്രാ ചെലവ് 4 കോടിയോളം രൂപ വരുന്നു. വോളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവ്, ഇങ്ങനെ കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണക്കുകൾ ഞാനൊന്ന് വായിക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ്, അത് 4 കോടി രൂപയാണ്. വോളണ്ടിയേഴ്സിനെ ഈ ദുരന്ത പ്രദേശത്തേക്ക് വാഹനങ്ങളിൽ കൊണ്ടുപോയതിന് 4 കോടി രൂപ ചെലവാകുന്നു എന്നുള്ളതാണ്. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഓഫ് വോളണ്ടിയേഴ്സ്, വോളണ്ടിയർമാർക്ക് ഭക്ഷണം വിതരണം ചെയ്തതിന് 10 കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. അക്കമഡേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, വോളണ്ടിയർമാരുടെ താമസ സൗകര്യം 15 കോടിയാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ അതുപോലെ ബെയിലി പാലം നിർമ്മിച്ചു, മിലിറ്ററിയാണ് ബെയിലി പാലം നിർമ്മിച്ചത്. ബെയിലി പാലത്തിനടിയിൽ കല്ല് പാകുന്നതിനും 1 കോടി രൂപ ചെലവായി എന്നുള്ളതാണ് ഒരു കണക്ക് പുറത്തുവരുന്നത്. അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ, ബെറിയിങ് ഓഫ് 359 359 ബോഡികൾ സംസ്കരിക്കാൻ 2,76,75,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് 75,000 രൂപ ചെലവായി എന്നുള്ളതാണ് സർക്കാർ കണക്കായി പുറത്തുവിടുന്നത്. ഈ കണക്കുകൾ, അതായത് ഹിറ്റാച്ചി, ക്രെയിൻ, JCB, ഈ ഹിറ്റാച്ചിയും ക്രെയിനും JCBയും ദുരന്ത സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം 15 കോടി ചെലവായി എന്ന് പറയുന്നു. ഇനി ചെലവാകാനുള്ള തുകയും കൂടി ചേർത്താണ് മാലിന്യ നിർമ്മാർജ്ജനം, അതായത് ദുരന്തബാധിത പ്രദേശത്ത് ധാരാളം ബെറീസ്, അതായത് ഡിബ്രിസ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്, അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ളത് നീക്കം ചെയ്യുന്നതിന് അവിടെ 36 കോടി രൂപയാണ് പറയുന്നത്. ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത് വളരെ അതിശയോക്തി ഉണ്ടാക്കുന്നതാണ്. വളരെയധികം ഇത് ഇത്രയും ചെലവാകുമോ എന്ന് ഓരോ കണക്കും നമുക്ക് പരിശോധിക്കുമ്പോൾ തോന്നിപ്പോകുന്നതാണ്. പ്രത്യേകിച്ച് ഈ വളണ്ടിയർമാരുടെ യാത്രാ ചെലവ്, വളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവ്, അതുപോലെ ഈ പറയുന്ന ക്രെയിനും ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിക്കുന്നതിനുള്ള ചെലവ്, അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ചെലവ്, ഈ ശവസംസ്കാരത്തിന് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ചെലവ്, ഇതെല്ലാം കുറച്ചധികമല്ലേ എന്ന് തോന്നുന്ന വിധത്തിലാണ് കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്.